എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിനെ കുറിച്ചാണ്. ചില ഭാഗങ്ങൾ കേൾക്കാനിടയായി. പക്ഷെ എങ്കിലും ആ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെന്നുള്ള ഒരു ചെറിയ രീതിയിലുള്ള വിവരം എനിക്ക് കിട്ടി. അതിൽ സന്തോഷമാണ്. ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെ ആയിരിക്കട്ടെ എന്നും കൂടി ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രധാന കാരണം ഇങ്ങനെ ആകാൻ കാരണം മുഖ്യമന്ത്രി തന്നെയാണ് ഫൈനാൻസ് കാര്യവും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം, ഈ 5 വർഷക്കാലം ഈ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെ ആയിരിക്കണം, നന്നായിരിക്കും. കാരണം മറ്റൊരു മന്ത്രിയിലേക്ക് മാറുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ പ്രിപ്പറേഷൻ കഴിഞ്ഞാലുള്ള എന്തെങ്കിലുമൊക്കെ അപ്രൂവൽ വേണം എങ്കിൽ അത് മുഖ്യമന്ത്രിയിൽ നിന്നും എടുക്കേണ്ടി വരും. എന്നാൽ മുഖ്യമന്ത്രി അതിന് അത്ര കണ്ട് പഠിക്കണമെന്നില്ല. കാരണം ഒരു മുഖ്യമന്ത്രി ആകുമ്പോൾ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. എങ്കിൽ തന്നെയും അതിനുള്ളിൽ ഇങ്ങനെയുള്ള ഒരു ധനകാര്യം കൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം അതിൽ വിജയിച്ചിരിക്കും. ഇനി എൻ്റെ പ്രധാനം, ഈ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ നടത്തിയത് ഏത് മേഖലകൾക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്, ഏത് മേഖലകളാണ് അതിപ്രധാനമാണത്, ആ മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സിനെ ഇദ്ദേഹം കാണുകയും അവരെ കൂടെ ഉൾപ്പെടുത്തി അതിൻ്റെ വരായികളെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തത്. അത് വലിയൊരു കാര്യമാണ്. എന്നാൽ മുൻകാലങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. നേരെ മന്ത്രി, സാമ്പത്തിക വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് സ്വയമേ തന്നെ എല്ലാത്തിനും പറയുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോട് അങ്ങ് സൈൻ ചെയ്തേക്കാൻ പറഞ്ഞാൽ അവർ ഓക്കെ എന്ന് പറയും, എതിർത്ത് പറയില്ല. അവിടെയാണ് ഈ തകരാറൊക്കെ സംഭവിക്കുന്നത്. ഒരു ദീർഘവീക്ഷണമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഒരു ബഡ്ജറ്റ് കൊണ്ട് സഭയിൽ വയ്ക്കും. അതിപ്പോൾ കഴിഞ്ഞ സഭയിലായിരുന്നാലും ഇപ്പോഴായിരുന്നാലും ഏത് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്താലും അതിന് ആപ്പോസിഷൻ പാർട്ടി അത് ശരിയില്ല, അത് ശരി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോൾ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റും നല്ലതാണെങ്കിൽ തന്നെയും അത് ആൾറെഡി നമ്മുടെ പഴയ മന്ത്രി ആൾറെഡി അതിന് എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു. നമ്മുടെ പഴയ ഒരു മന്ത്രി ഉണ്ടല്ലോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന, ആൾറെഡി അത് അവരുടെ ബ്ലഡിലുള്ളതാണ്. പ്രതിഷേധം അവരുടെ ബ്ലഡിലുള്ള ഒരു ഇതാണ്. അത് മാറ്റാൻ പറ്റിയില്ല. അത് മരിക്കുവോളം അതിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് പറയുന്നു, ഏതാണ്ട് അദ്ദേഹം മുമ്പേ വി ഡി സതീശൻ മുമ്പേ പറഞ്ഞ പല കാര്യങ്ങളും ഇതിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഓരോ ഈ ജലമാർഗത്തിൽ കൂടിയുള്ള വഴികൾ, ഈ ടൂറിസം അതിനെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നമുക്ക് ഒത്തിരി ഈ സ്ഥലം, ഒരു ഭാഗം മൊത്തം അറേബ്യൻ സീയാണ് ബോർഡർ. ഉൾനാടൻ ജലാശയങ്ങളുണ്ട്. ഇവയെല്ലാം ഏകോപിപ്പിച്ച് നല്ലൊരു ടൂറിസം ഇതിന് മുൻതൂക്കം കൊടുക്കാം. അതിലൂടെ ഒത്തിരി പണി, ഒത്തിരി ആൾക്കാർക്ക് എംപ്ലോയ്മെൻ്റ് ആകാനുള്ള സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും അതിനും നല്ല മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. ഒപ്പം അങ്ങനെ പല കാരണങ്ങൾക്ക്. എന്നാൽ പ്രോമിസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ആദ്യ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ആരാനും സാധിക്കില്ല. പിന്നെ ഇദ്ദേഹം ആദ്യമായി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ്. അപാകതകൾ 100% ശരിയെന്ന്, എന്തെങ്കിലും കൊച്ചു അപാകതകൾ കാണും. കാരണം പ്രതിപക്ഷം ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെറിയൊരു റൊട്ടിക്കേഷൻ ഇട്ട് കൊടുക്കണം. ചുമ്മാ ഇങ്ങനെ എന്ന് പറയാം. കാരണം അത് ആവശ്യമാണ്. അത് എന്തെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ഇട്ട് കൊടുക്കാനുള്ള കഷണങ്ങളല്ല. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ പാകപ്പിഴകൾ വരാം. അത് അവർ നോക്കിയിട്ട് അത് ചീഞ്ഞെടുത്ത് ജോലി അവിടെ കിടന്ന് ചരച്ചോളും. അതാണ്. അതുകൊണ്ട് ഈ ചീഫ് മിനിസ്റ്റർ അതിനെ വേണ്ടി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എന്തായിരുന്നാലും നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രതിപക്ഷമില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം. ശരിക്ക് മുൻകാലങ്ങളിൽ പ്രതിപക്ഷത്തിരുന്ന വി ഡി സതീശനോളം ഒരു തൻ്റെ ഇടമുള്ള ഒരാളാണ് പ്രതിപക്ഷത്തെ വേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാം, അതിനാളില്ലാതായിപ്പോയി.
ഉള്ളത്. ഇപ്പം അതിലിരിക്കുന്ന ആളാരാ? പാവം, വളരെ ബുദ്ധിമുട്ടാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ടെൻഷൻ പിടിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം വരുന്നത്. എന്നാൽ അത് ഒഴിഞ്ഞു മാറി വലിയ ചെറുപ്പക്കാരെ ഏൽപ്പിക്കുകയെന്ന് വെച്ചാൽ അതും സാധിക്കില്ല. സോ ദയവ് ചെയ്ത് നാം ഒന്ന് ചിന്തിക്കേണ്ടത്, ആദ്യമായി ഉള്ള ഈ കന്നി ബഡ്ജറ്റ് നല്ല രീതിയിൽ ആക്കാൻ വേണ്ടി എല്ലാ ജനഹൃദയങ്ങളും നല്ല രീതിയിൽ ഒന്ന് ശ്രമിച്ചാലും, ഈ ബഡ്ജറ്റിന് ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടെങ്കിൽ തന്നെയും ഏതാണ്ട് 90% നല്ലൊരു പ്രസൻറ്റേഷനായിരുന്നു. അത് സക്സസ് ആകുമെന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഈ ബഡ്ജറ്റ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പല മേഖലകളിലും ഉള്ള വിദഗ്ധരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു രൂപീകരണമായിരുന്നു. അതുകൊണ്ട് ഇതിന് പരാജയപ്പെടുമെന്നുള്ള ഇത് ഒരിക്കലുമില്ല. അത് സക്സസ് ആകത്തേ ഉള്ളൂ. ഇങ്ങനെ ആയിരിക്കണം ഇനിയുള്ള ബഡ്ജറ്റും വരേണ്ടത്. എല്ലാവരും ഇതിനെ ഒന്ന് ഓർത്തു വച്ചാലും, പ്രതിപക്ഷം അവരെന്തെങ്കിലും ആകട്ടെ, ശ്രീ വി ഡി സതീശൻ അദ്ദേഹം എടുത്ത ഈ ഇനിഷ്യേറ്റീവ്, അദ്ദേഹം എടുത്ത ഈ വിഷൻ നല്ല രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ ജി കെ തുമ്പക്കാരൻ. താങ്ക് യു.